പെട്ടെന്ന് എവിടുന്നാണെന്നറിയാതെ മഴ വന്നേ. ഞങ്ങൾ 2 ചാക്കോളം മുളക് കഴുകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ചാറിനോട്ടുള്ള മുളക് പൊടികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആട്ടോ പൊടിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മുളക് കഴുകിയിട്ടാണ്. ഈ മഴയൊക്കെ ചാറി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കോട നന്നായിട്ട് ഇറങ്ങും കേട്ടോ. പിന്നെ ചിലപ്പം എത്ര ദിവസം കഴിയുമ്പോഴേ ഇനി വെയിൽ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മൂടി കെട്ടി അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ആ മുളക് ഒന്ന് കൊണ്ടുപോയിട്ട് ഡ്രയറിലിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഒരു ദിവസം വെയിലത്തിട്ടതായിരുന്നേ. വെയിൽ വരുന്നവരെ നോക്കിയിരുന്ന് ചിലപ്പോൾ അത് പൂത്തു കേട്ടോ. വേഗം റെഡിയായി. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ കഴുത്തിലായിട്ട് ഈ കാർമേഴ്സിയുടെ റീസ്റ്റോർ അണ്ടർ സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഴുത്തിലെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനായിട്ട് അണ്ടർ ആംസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പ്രേ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഈ റൈസ് വാട്ടർ വൈറ്റമിൻ ഇയും ആവുന്നിരിക്കുന്നത്. നല്ലൊരു ഹൈഡ്രേഷൻ, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും. ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തന്നെ ഡ്രൈ ആയിക്കോളൂ കേട്ടോ. പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഇത് നല്ലതായിരിക്കും കേട്ടോ ഈ സ്പ്രേ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആമസോണിൽ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ ഡെലിവറി ഉണ്ട് കേട്ടോ. മുളകും ചാക്കൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് വെച്ചു. 2 ചാക്കുണ്ടായിരുന്ന മുളക് കഴുകുകൂടെ ചെയ്തപ്പോൾ 1 ചാക്ക് കൂടെ അധികമായിട്ടുണ്ടായിരുന്നേ. മുളകെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചു. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മൂടി കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മഴ പെയ്താൽ പൊതുവേ നമ്മുടെ ഇവിടെ ഇങ്ങനെ കോട പെട്ടെന്ന് ഇറങ്ങുവേ. കുറേ നാളായിട്ട് വണ്ടി ഓടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് പഠിച്ചൊക്കെ വന്നപ്പോഴായിരുന്നു പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞത്. പിന്നെ ഓടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഓടിക്കുന്നുണ്ട് കേട്ടോ. നിറയെ കോട ഇറങ്ങി മൂടിക്കെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങ് പോകുന്നതിനനുസരിച്ച് കുറച്ച് ദൂരെയാണ് പോകുന്നത്. ഈ മുളക് ഉണക്കാൻ കറക്റ്റ് പരുവം അല്ലാതെ കൂടുതൽ വറുത്ത പരുവം ആവരത്തില്ല. അപ്പോൾ നമുക്ക് അത് അറിയാവുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാട്ടോ മുളക് ഉണക്കുന്നതേ. നിറയെ ഏലമുണ്ട്. അപ്പോൾ അവിടെ കേട്ടോ എൻ്റെ ഇടയിലാണ് ഈ ഉണക്കുന്നത്. നല്ല രസമായിട്ടോ. അവിടെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രയറിൻ്റെ തന്നെ അവിടെ മുളക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വിറകിട്ട് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ചൂടൊക്കെ ചൂട് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നേ. പിന്നെ മുളക് അത്യാവശ്യം നന്നായിട്ട് കിളിങ്ങണ പോലെ പരുവായപ്പോഴത്തേക്ക് പിന്നെ മുളക് എടുത്തു. വണ്ടിയിൽ മുളക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഈ മുളകിൻ്റെ കുത്തൽ ഉണക്കും കൂടെ ചെയ്തപ്പോൾ നല്ല കുത്തലായിരുന്നു കേട്ടോ.